അങ്ങനെ 2025 കഴിഞ്ഞു. അതിൻ്റെ ആഘോഷങ്ങൾ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ പോകുന്നതാണ്. നിലവിൽ ഇത് ബാംഗ്ലൂരാണ്. നല്ല തിരക്കാണ്, റോഡ് മുഴുവൻ പോക്ക് ആഘോഷങ്ങളുടെ. ഞാൻ പബ്ബിൽ പോയാണ്. പബ്ബിൽ നമുക്ക് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പബ്ബിൽ പോയിട്ട് 1 മണിയായി. ടൈം കഴിഞ്ഞ് വരുവാണ്. അവിടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. എസ്പെഷ്യലി മലയാളീസ് ഭയങ്കരമായിട്ടാണ്. മലയാളി ആണ് കൂടുതലുള്ളത്. അതുകൊണ്ട് ഫുള്ള്. പക്ഷേ വേറെ ഒന്നുമില്ല. എങ്കിലും എല്ലാം നല്ല വെള്ളം എല്ലാ തോന്നും കേട്ടോ. നല്ല അടിച്ച് കൂട്ടിയായിട്ട് എല്ലാ സാധനവും ഇവിടെ കിട്ടുന്നതാണ്. അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല എന്തൊക്കെ ഉണ്ടാവില്ല. അങ്ങനെ ഇതല്ലോ ഓരോ സ്ഥലങ്ങളിലെ ആഘോഷങ്ങൾ കഴിഞ്ഞിട്ട് വരുന്നത്. അങ്ങനെ ഞാനിപ്പോൾ റൂമിലേക്ക് കടന്നുകൊണ്ടിരിക്കുക. വണ്ടിക്ക് പോയിട്ട് നടക്കുന്നുണ്ട്. വണ്ടിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് വൈകുന്നേരം ആയാലും വീട്ടിലെത്തും. ഇത് കുറച്ച് ദൂരമുണ്ട്, നടന്നു നല്ല ദൂരമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ വീഡിയോ ഇതാണ് പോലെ ബാംഗ്ലൂരിലെ നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞ ഇതാണ്. സമയം ഇപ്പോൾ 1 മണിയായി. ഇതിപ്പോൾ വെച്ചാൽ വേറെ കാര്യമില്ല. ഇത് ഒരു 10-10:30 ആകുമ്പോഴേക്കും ഇവിടുത്തെ ആ തിരക്ക് പറയുന്നതാണ്. പക്ഷേ ഇത് നമ്മൾ ഇത് ഈ ന്യൂ ഇയറിൻ്റെ പ്രോഗ്രാം ഉള്ളതുകൊണ്ടാണ് ഇന്നിങ്ങനെ ഒരു റഷ്. ഇത് നമ്മുടെ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഒരു 60% ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ മലയാളീസാണ്. മലയാളീസാണ് 60% ഉണ്ടല്ലേ. പിള്ളേരൊക്കെ എത്രയൊക്കെ ഉണ്ടെന്ന് ആർക്കറിയാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ 2025 പറഞ്ഞൊരു വർഷം കണ്ണുനീരിൻ്റെയും ദുരിതങ്ങളുടെ ഒരു വർഷമായിരുന്നു. അതിനൊരു മാറ്റം ഈ വർഷം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നതല്ല. ഞാൻ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു. എന്നാലും നല്ലൊരു വർഷമായിരിക്കും 2026 എന്ന് കരുതുന്നു. എല്ലാവരും ജീവിക്കട്ടെ. അതുകൊണ്ട് നല്ലൊരു വർഷം ആയിരിക്കും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഇവിടെ ബ്ലോക്കായത് ഒരു ഓട്ടോ ഇപ്പം നമ്മളിപ്പോൾ ഊബറൊക്കെ വിളിച്ച് പോവാണെങ്കിൽ തന്നെ അവിടെ കിടക്കുമല്ലോ. അതിനിപ്പോൾ ഇറങ്ങാനും പോകണമെങ്കിൽ പിന്നെ ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. ഒരുപാട് എവിടെയൊക്കെയോ പരിപാടികളുണ്ടായിരുന്നു. ഇവിടെ ഈ സ്റ്റേജ് പരിപാടികളും പിന്നെ അല്ലാണ്ട് എന്താ ഈ പബ്ബുകളിലും മാളുകളിലൊക്കെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് ആൾക്കാർ പോകുന്നത്. എല്ലാവരും ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞു പോകണം. ഇങ്ങനെ വർഷത്തിൽ ഒരു വർഷമൊന്നും ഉണ്ടാവില്ല അല്ലേ. അതുകൊണ്ട് മേലോട്ട് നോക്കി നടന്നു കഴിഞ്ഞാൽ ഓടയിൽ വീഴാൻ നല്ല സുഖമാണ്. ഓടയിൽ ഗ്യാപ്പുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും നല്ല ആഘോഷത്തിലാണ്. അങ്ങനെ ഇവിടുത്തെ ജനങ്ങളുടെ തിരക്കുണ്ടോ? ന്യൂ ഇയർ ആഘോഷം കഴിഞ്ഞിട്ടുള്ള തിരക്കാണ്.
പൂട്ടിക്കാനായിട്ട് അടിച്ച് പൂട്ടിക്കാനായിട്ട് ഒരു പെങ്കോട്ടാണ് പൂട്ടിക്കാന്നുള്ളത് അത് എന്തെങ്കിലും അടിച്ചാണെന്ന് അറിയില്ല. ഇതാണ് അവസ്ഥ. തണ്ണിപ്പോട്ടി നല്ല പൂസുണ്ട്. ലേഡീസ് കേരള പസങ്ങളാന്ന് ഇങ്ങ എടുത്ത് വന്നാൽ ഫ്രീഡം ഇருக்கு. അങ്ങ് വീട്ടിലെ അപ്പ അമ്മ യാത് അപ്പോൾ അതൊക്കെയാണ്. അതുകൊണ്ട് നമ്മളങ്ങനെ അവിടുന്ന് കളം വിട്ടു. അപ്പോൾ അതാണ് അവസ്ഥ. പിള്ളേരെല്ലാം നല്ല ആഘോഷ രാവിലാണ് കേട്ടോ. ആഘോഷ രാവെന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ആഘോഷ രാവാണ്. എല്ലാവരും താത്തു വരണം. ആഘോഷങ്ങൾ എന്തുമായാലും അങ്ങനെ ഗാന്ധിജി അങ്ങനെ ഒന്ന് ക്രോസ് ചെയ്യണമെന്ന് നോക്കിയപ്പോൾ അണ്ണന്മാർ സമ്മതിക്കുമല്ലോ, ഒന്ന് ക്രോസ് ചെയ്ത് പൊക്കോട്ടെ. അങ്ങനെ നമ്മൾ ക്രോസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് പോലീസ് എല്ലാവരും ഉണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും ഫുട്പാത്തിൽ കയറ്റി വണ്ടി കയറ്റി വെച്ചു. അതാണ് അവസ്ഥ. പിള്ളേരെല്ലാം നല്ല കള്ളും കുടിച്ച്, കള്ളാണ് കഞ്ചാവാണ് MDMA ആണ് ഒന്നും അറിഞ്ഞില്ല. പിള്ളേരൊക്കെ എല്ലാം കുഴഞ്ഞ് അടിഞ്ഞ് പറഞ്ഞാൽ പോകുന്നത്. ആൺപിള്ളേർക്കൊന്നും പിന്നെ കുഴപ്പമില്ലെന്ന്, പക്ഷെ പെൺപിള്ളേർ അങ്ങോട്ട് അയ്യോ. അതോ ഇവിടെ ഒരു 70% ലേഡീസാണ് പെൺപിള്ളേർ, ഇവിടെ പ്രത്യേകിച്ച് മലയാളീസാണ്. നമ്മളിത് പിന്നെ കുറ്റം പറയില്ല കേട്ടോ. നമ്മൾ ഉള്ള കാര്യം പറയാം. നാളെ ഇത് കണ്ടിട്ട് എന്നെ തെറി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇത് എല്ലാവർക്കും ഫ്രീഡം വേണം, കാര്യങ്ങളെല്ലാം ഒക്കെ എല്ലാവർക്കും ഉണ്ട്. ആരെയും പറയുന്ന ഒന്നുമില്ല, എല്ലാവർക്കും ഫ്രീഡവും കാര്യങ്ങളെല്ലാം ഉണ്ട്. പറഞ്ഞാൽ അതല്ല പിന്നെ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ ഭയങ്കര ചിട്ടവട്ടങ്ങളും അടുക്കോ ഒതുക്കോ ഉള്ളതെന്നൊക്കെ പറയുന്ന ആൾക്കാർ ഇവിടെ വരുമ്പോൾ നമ്മൾ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. അവരാണോ ഇവർ എന്ന് വർണ്ണത്തിൽ ആശങ്ക. അവന്തരാട്ടെ, അത് അവരുടെ ചോയ്സ്. അവർ വെള്ളമടിക്കുകയോ കുടിക്കുകയോ കിടക്കുകയോ എന്തെങ്കിലുമൊക്കെ ആകട്ടെ, അത് നമ്മുടെ ഒരു ഇതല്ല. നമ്മൾ ഇവിടെ വന്നപ്പോൾ ലൈവ് കാര്യങ്ങളിങ്ങനെ കണ്ടത് പറയുന്നു അത്രേ ഉള്ളൂ. കണ്ടോ ബസ്സൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. നൈറ്റ് സർവീസുകളും കണ്ടോ. ഇവിടെ നമ്മുടെ സെൻറ് ആൻഡ്രൂസ് ചർച്ചാണ്. അങ്ങനെ ഇതാണ് നമ്മുടെ അങ്ങനെ ഇന്ന് നേരത്തെ ഇങ്ങനെ നമ്മൾ ഇവിടെ ക്രൈസ്റ്റ് കോളേജിൻ്റെ അടുത്ത് എത്താറായി. വമ്പം പരിപാടികളൊക്കെ പള്ളിയിലും കോളേജിലൊക്കെ, പള്ളിയിൽ നടക്കുക, പള്ളി കേട്ടോ. അപ്പം വമ്പം പരിപാടികളാണ്. ഇന്നൊക്കെ ഒരുപാട് ബസ്സുകൾ ലേറ്റ് ആവട്ടെ. ഇന്നത്തെ ന്യൂ ഇയർ പ്രോഗ്രാം പറഞ്ഞാൽ ഈ ബാംഗ്ലൂരൊക്കെ ഒരു പ്രോഗ്രാം വന്നു കഴിഞ്ഞാൽ റോഡ് ഫുള്ള് ബ്ലോക്കാണ്. ഇവിടെ ഹൈവേ ആണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അനങ്ങി പോകും. അതങ്ങനെയാണ്.
പള്ളിപ്പെരുന്നാളായിരിക്കും. ഇതൊക്കെയാണ് കാര്യങ്ങൾ. कम नहीं चाहिए. പടിവാളയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിതിൻ്റെ ഇടയ്ക്ക് കൂടി ഇതുണ്ടോ, ഇതാണ് പള്ളിപ്പെരുന്നാളും പള്ളിയും ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ളതാണ്. എന്തൊക്കെയാ ജയ് ബാലയ്യ എന്ന് വിളിച്ചു പോകുന്നുണ്ട്. ഇവിടുത്തെ പിള്ളേരാണോ വേറെ ഇടത്തിലാണോ എന്ന് അറിയത്തില്ല. ടോളിയാണോ അറിയത്തില്ല. അങ്ങനെ അടിയും ബഹളവും ഇതൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒന്നും തന്നെ അടിയാണ്. അടിയായി അടി 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 അടിയായി. അങ്ങനെ നമ്മൾ അതിൽ പെടുന്നില്ല. കാരണം എന്ന് വെച്ചാൽ വള്ളിയും മലയും അതിലൊക്കെ പിടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ വരുന്നവരിട്ടും പോകുന്നവരിട്ടും എല്ലാം കിട്ടും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് കയറിയാൽ നമുക്കിട്ടും കിട്ടും, നമുക്കിട്ടും കിട്ടും. അപ്പം അതാണ് ഇങ്ങനെ മടിവാള എത്താറായിട്ടോ. മടിവാളയ്ക്ക് ഇവിടുന്ന് ഒരു 50 മീറ്റർ 100 മീറ്റർ ഉണ്ടാവും, അല്ലെങ്കിൽ 200 മീറ്റർ അത്ര ഉണ്ടാവും. നമ്മുടെ പെൺപിള്ളേരാണ് ഈ കിടന്ന് കാറുന്നത്. ഇവിടെ നൈറ്റ് ലൈഫ് ഭയങ്കര അടിപൊളിയാട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ എന്താ, അടിപൊളിയുള്ളവർക്ക് കയ്യിൽ കാശുണ്ടെങ്കിൽ അടിപൊളിയാക്കും. ഞാൻ ഈ വന്ന കൊച്ചാണ് ഭയങ്കര കുളിച്ച. ഞാൻ പച്ച ഉടുപ്പിട്ട് വെച്ച് കൂവട്ടെ. അങ്ങനെ ഹാപ്പി ന്യൂ ഇയർ. അങ്ങനെ ഒരു വർഷം കടന്നുപോയി. 2025 കടന്നുപോയി. 2026 ശുഭപ്രതീക്ഷയുടെ ഒരു വർഷമായിരിക്കട്ടെ എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ആഘോഷങ്ങളൊക്കെ വളർത്തുവാനുള്ള എൻജോയ് ചെയ്യുന്നവർ എൻജോയ് ചെയ്യട്ടെ, സന്തോഷിക്കുന്നവർ സന്തോഷിക്കട്ടെ. അത് ഈ രണ്ടിനും ഒരേ അർത്ഥമാണ്. അതുകൊണ്ട് ഒന്നും കൂടെ പറയാം, ഹാപ്പിനെസ് അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അല്ലാതെ ഒരിക്കലും ഒരു മൂഡ് ഹാപ്പിനെസ് ആയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ പോകും. എന്നാലും നല്ലൊരു ദിവസം ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് പിള്ളേരൊക്കെ ഇന്നിപ്പോൾ കുറേ എണ്ണം ബൈക്ക് പറപ്പിച്ച് അതും ഇതാവും.
എന്തായാലും അടിപൊളി. ഭാരതിയുടെ വണ്ടി വന്നിട്ട് ഭാരതിയുടെ എന്താ ചെന്നൈ സർവീസ്, ചെന്നൈ എക്സ്പ്രസ്. അങ്ങനെയാണ് കാര്യങ്ങൾ. ഒടുക്കത്തെ ബ്ലോക്കാണ്. ബ്ലോക്കെന്ന് പറഞ്ഞാൽ ചില്ലറ ബ്ലോക്കല്ല, നല്ല ബ്ലോക്ക്. റൂമിലേക്ക് പോവാണ്. ഇവിടുത്തെ പ്രത്യേകത നമ്മളെ മാക്സിമം നമ്മൾ വലിയ ഇതിന് നിൽക്കാതിരിക്കുന്നതായിരിക്കും ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ടും നല്ലത്. നമ്മളൊരുപാട് കമ്പനികൾ കൂടിയിട്ട് ആവശ്യമില്ലാത്ത ഒച്ചപ്പാടും വെള്ളമെല്ലാം വെച്ച് വള്ളിയും വലയും ഇറന്ന് മേടിക്കുക, അങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ ഉണ്ട്. അവിടെ നൈസിൽ നിന്ന് പോവാം, അതാണ് മെയിൻ പരിപാടി. അപ്പം നമ്മളിപ്പം റൂമിൽ എത്താറായി. അപ്പം പറഞ്ഞതുപോലെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുന്നു. അപ്പം ഇതാണ് നമ്മുടെ ജംഗ്ഷൻ. ഇതാണ് കുറച്ച് ദൂരം കൂടെ ഉണ്ട്. ഇവിടെ ന്യൂ ഇയർ പ്രോഗ്രാമാണ്. ഇവിടെ 1 മണി വരെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ 12 മണി വരെയാണ്, ഇവിടെ 1 മണി വരെ അതൊരു ക്ലോസ് ആയിക്കോട്ടെ. പിന്നെ വേറെ പ്രത്യേകത അടിക്ക് യാതൊരു പണിയും